ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു കുഞ്ഞു ഐഡിയാസാണ്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാവരുടെ വീട്ടിലും ഇതുപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ അതിലുണ്ടായിരുന്ന വേസ്റ്റൊക്കെ എത്ര നമ്മൾ ഒഴിവാക്കിയാൽ നോക്കിയാലും അത് വേസ്റ്റ് എന്തായാലും കുറച്ചെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ ഇതുപോലെ പാത്രം കഴുകി കഴിയുമ്പോൾ സിങ്കിൽ ഇതുപോലെ ഇങ്ങനെ വന്ന് അടഞ്ഞു നിൽക്കും. അപ്പോൾ അതിനുള്ള ചെറിയ ഐഡിയയാണ് കാണിക്കാൻ പോകുന്നത്, അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇത് നമ്മൾ കൈയിട്ടിട്ടൊക്കെ ഇതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അത് കളയാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ബോട്ടിൽ അതിൻ്റെ അടപ്പ് ഊരി മാറ്റിയതിൻ്റെ ശേഷം ഇതുപോലെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ നല്ല സ്പീഡിൽ തന്നെ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് കാണാം. കണ്ടോ? അപ്പോൾ ആ വേസ്റ്റൊക്കെ ഇങ്ങനെ പോയാൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകും. ഇത് നല്ല ഇതാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാം വെള്ളം ഇങ്ങനെ പോണത്, വേസ്റ്റൊക്കെ ഇതായിട്ട് വെള്ളം പോണത് കാണുന്നുണ്ട. ഇത് നല്ലൊരു ഐഡിയ ആണിത്. എനിക്കൊരുപാട് ഉപകാരപ്പെട്ടിരിക്കുന്നത്. ഞാനും ഇതുപോലെ ആദ്യം കൈ കൊണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഇത് ചെറിയ കുപ്പിയായിപ്പോയി. കുറച്ചും കൂടെ വലിയ ബോട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൈ തീരെ വെള്ളത്തിൽ തട്ടാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഇത് കുറച്ച് സ്പീഡിൽ തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ കണ്ട വെള്ളം ഒക്കെ പോയി, അതിൻ്റെ വേസ്റ്റൊക്കെ ഇതായി നല്ല ക്ലീനായിട്ട് വന്നിക്കുന്നത്. ഇനി അത് നമുക്ക് നല്ലപോലെ ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് സാധാരണ നമ്മൾ കഴുകണ പോലെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഒരുപാട് ഐഡിയാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ.